പാലക്കാട് ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ലോട്ടറി കട നടത്തുന്ന ബർഷീനയ്ക്ക് നേരെ മുൻ ഭർത്താവാണ് ആക്രമണം നടത്തിയത്. ഗോകുൽ VS വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുകയാണ്. ഗോകുൽ, കുടുംബ തർക്കത്തിൽ ഇത്ര ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ യുവതിയുടെ വിവരങ്ങൾ എന്താണ്? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ ഒലവക്കോട് സ്വദേശിനി ബർഷീനയ്ക്ക് നേരെയാണ്, ഈ ലോട്ടറി കട നടത്തുന്ന ബർഷീനയ്ക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ബർഷീന ഇവിടെ ലോട്ടറി കടയിലെത്തിയപ്പോൾ കാജ ഹുസൈൻ മുൻ ഭർത്താവ് ഇവിടെ വന്ന് മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു. ബർഷീന ഈ ആസിഡ് ഒഴിക്കുന്ന സമയം കുനിഞ്ഞതുമൂലം കഴുത്തിന്റെ പിറകു വശത്താണ് ഈ ആസിഡ് കൊള്ളുകയും പൊള്ളലേൽക്കുകയും ചെയ്തത്. ഏതായാലും ബർഷീനയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതും ഈ കാജ ഹുസൈനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ചേട്ടാ, എന്താണ് ഉണ്ടായത്? ഒരു 7 മണി സമയത്ത് ആ സ്ത്രീ വന്ന് കട തുറന്ന് ഇതൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ലോട്ടറി എടുക്കാൻ വേണ്ടി വന്നതാണ്. മൂപ്പര് വാക്കിങ്ങിനെ നടക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഒരാൾ ടപ്പ് അതിൻ്റെ ഉള്ളിൽ ആ വാതിൽ തുറന്ന് ടിക്കറ്റ് എടുത്ത് വെക്കാൻ സമയത്ത് ഒരാൾ അതിൻ്റെ ഉള്ളിൽ കയറി പെട്ടെന്നൊരു കുപ്പിയിലൊരു വെള്ളം തെളിക്കുന്ന കണ്ടു. പെട്ടെന്ന് പുകഞ്ഞു. അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ നമ്മൾ നിന്നവരാകെ ബേജാരെ നോക്കുമ്പോൾ ആസിറ്റാണ് ഇയാൾ ഒഴിച്ചും കൊണ്ട് ഇയാൾ ഇവിടുന്ന് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ അയാളെ പിടിച്ചു ഇവിടെ നിർത്തി ഈ സ്ത്രീനെ ആശുപത്രിക്ക് കയറ്റി വിട്ടു. ഇയാൾ ആസിറ്റാണ് അവരുടെ മുഖത്ത് ഒഴിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ഓട്ടോയിലാണ് കയറ്റി വിട്ടത്. ഒരുപാട് പൊള്ളലുണ്ടായിരുന്നു. ഒരുപാട് പൊള്ളല് നമുക്കിപ്പോൾ ഇവിടെ നിന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരേ പുകയുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഒഴിച്ച വഴിക്ക് ഒരേ പുകയുണ്ടായിരുന്നു. അതേ ലോട്ടറി ടിക്കറ്റൊക്കെ പൊറിക്കൊക്കെ ബാഗിൽ വെച്ചാണ് ഈ സ്ത്രീനെ നേരെ വണ്ടിയിൽ കയറ്റി അയാളിനെ പിടിച്ച് പോലീസിനെ വരുത്തി കയറ്റി വിടുന്നു. എന്ത് പറഞ്ഞിട്ടാണ് ഒഴിച്ചത്? അങ്ങനെ എന്തെങ്കിലും സംസാര തർക്കമൊക്കെ ഉണ്ടായി? ശൈലി നിന്നെ കൊല്ലും എന്നുള്ളൊരു സംഭാഷണം മാത്രമേ നമ്മൾ നിൽക്കുമ്പോൾ കേട്ടിട്ടുള്ളൂ. പിന്നെയാണ് അറിയണത് ആ സ്ത്രീന്റെ ഭർത്താവാണിത്. മദ്രാസാണ്, ചെന്നൈയിലാണ് ഇയാൾ താമസം. അവരായിട്ട് പ്രശ്നമായിട്ട് ഈ സ്ത്രീയും രണ്ടാളും പിരിഞ്ഞ് ഇരിക്കുകയാണെന്നാണ് കേട്ടത്. ഞാൻ വാക്കിങ്ങിന് വരികയായിരുന്നു. സമയം കറക്റ്റ് 7:10. അപ്പൊ ഇവിടെ മൊത്തത്തിലൊരു പുകച്ചില് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുത്തനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുന്ന സമയത്ത് ആ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് ഇവരുടെ ഭർത്താവാണ്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. യുവതിക്ക് നേരെ പാലക്കാട് ഒല്ലവക്കോടാണ് ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുൻ ഭർത്താവ് ഇപ്പോൾ പിരിഞ്ഞ് താമസിക്കുകയാണ്. അദ്ദേഹം ചെന്നൈയിലാണ് താമസിച്ചു വരുന്നത് എന്നാണ് അറിഞ്ഞത്. അവിടെ നിന്നെത്തി ബർഷീനയ്ക്ക് നേരെ ലോട്ടറി കട തുറന്ന സമയത്ത് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. നാട്ടുകാർ അവിടെ ഇയാളെ പിടിച്ചു വെൽക്കുകയായിരുന്നു. ഗോകുൽ VS തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോകുൽ, എന്താണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം? ഈ സ്ത്രീയുടെ ആരോഗ്യ വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഈ ജില്ലാ മുഖത്തിന്റെ കണ്ണിന്റെ ഭാഗത്ത് ഏതെങ്കിലും കൂടുതൽ പരിക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ കാജ ഹുസൈൻ ഈ ആസിഡ് എറിഞ്ഞ അല്ലെങ്കിൽ ആസിഡ് മുഖത്തേക്ക് എറിഞ്ഞ സമയത്ത് ബർഷീന തല താഴ്ത്തി, അങ്ങനെയാണ് പുറകുവശത്ത് പൊള്ളലേൽക്കുന്ന ഒരു സ്ഥിതി വന്നത്. ഇവർ ഉടൻ തന്നെ ഒരു ഓട്ടോ വിളിച്ച് ബർഷീനയെ ആശുപത്രിയിൽ മാറ്റി. അതുമാത്രവുമല്ല, കാജ ഹുസൈനെ പിടിച്ചു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഹേമാംബിക നഗർ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരം. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് യുവതിക്ക് ആസിഡ് ആക്രമണം നേരിടേണ്ടി വന്നത്. പൊള്ളലേറ്റ യുവതി ചികിത്സയിലാണ്.